മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിക്കും എന്ന ഗതാഗത വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. മലയോര പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഈ സർക്കാർ തീരുമാനത്തിന് എതിരാണ്. ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കും എന്ന ഗതാഗത കമ്മീഷണർ എച്ച് നാഗരാജുവിന്റെ പ്രസ്താവന സർക്കാർ ഉത്തരവിനെതിരാണെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നുമാണ് INTUC ആവശ്യപ്പെടുന്നത്. നിലവിൽ കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത്, ഹൈറേഞ്ച് മേഖല എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളായി തരംതിരിച്ചാണ് ഓട്ടോ ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത്. ഹൈറേഞ്ച്, പഞ്ചായത്ത് മേഖലകളിൽ മീറ്റർ ചാർജിന്റെ 50% കൂടി യാത്രക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. പഞ്ചായത്ത്, ഹൈറേഞ്ച് മേഖലകളിൽ മീറ്റർ പ്രവർത്തിച്ചോടിയാൽ തൊഴിലാളിക്ക് 50 രൂപയോളം നഷ്ടമാകും. മീറ്റർ വാടക 50% കൂട്ടി ചോദിച്ചതിന് തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടാകും. ഇതിനൊക്കെ പരിഹാരമായി ഒരു മൾട്ടി ഫെയർ മീറ്റർ കൊണ്ടുവരാമെന്നിരിക്കെ അതിനൊന്നും മുതിരാതെ ഗതാഗത കമ്മീഷൻ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയത് ആശങ്കാജനകമാണ്. 2022 അവസാനമായി ഓട്ടോ ടാക്സി ചാർജ് പരിഷ്കരിച്ചത്. അതിനുശേഷം അവശ്യ സാധന വിലയും വൻതോതിൽ വർദ്ധിച്ചു. ഇതൊന്നും കണക്കിലെടുക്കാതെ തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചിക്കാതെ മാർച്ച് 1 മുതൽ മീറ്റർ ചാർജിൽ ഓട്ടോ സർവീസിനായി ഒരുങ്ങുന്ന സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് INTUC നിവേദനം നൽകിയതായും ദേശീയ ഓട്ടോ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ പ്രകാശൻ നെടിയങ്ങ പറഞ്ഞു. കേരളത്തിലെ ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കി ഓടിയില്ലെങ്കിൽ ഫിറ്റ്നസ് എടുക്കുമ്പോൾ യാത്ര സൗജന്യമാണ് എന്നുള്ള സ്റ്റിക്കർ പതിക്കുമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് കേരളത്തിലെ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് അത്യന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഉപജീവനം നടത്തി കഴിയുന്ന ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. അവർ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തു വരുന്നത്. അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്ക് യാത്രക്കാരുമായി നിരന്തരം തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇതിന് മാത്രമായിട്ടുള്ളതായിരിക്കും ഈ തീരുമാനം. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് അങ്ങനെ 3 രീതിയിലാണ് ഓട്ടോറിക്ഷകൾ ഓടുന്നത്. അതിൽ നഗരസഭ, പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഓട്ടോറിക്ഷകൾ മിക്കതും കുന്നുകളും മലകളും ഉള്ള ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷകളാണ്. ഈ തീരുമാനം നടപ്പിലാക്കിയാൽ യാത്രക്കാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 2022 അവസാനമായി ഓട്ടോറിക്ഷ ചാർജ് പുതുക്കിയത്. അതിനുശേഷം സാധനങ്ങളുടെ വലിയ വിലവർദ്ധനവ്, ഓട്ടോറിക്ഷകളുടെയും അതുപോലെ തന്നെ മറ്റ് പാർട്സുകളുടെയും ഒക്കെ വിലവർദ്ധനവും ഒക്കെ ഡ്രൈവർമാരുടെയും തൊഴിലാളികളുടെയും ജീവിത നിലവാരം കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതാണ്. തീരുമാനം തൊഴിലാളി സംഘടനകളുമായി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സർക്കാരുമായോ തൊഴിലാളികളുമായോ സംഘടനകളുമായോ യാതൊരു വിധത്തിലും ചർച്ച ചെയ്യാതെ കണ്ട് ഡ്രൈവർമാർക്ക് ഇത്തരത്തിലുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ ഒരു നിലപാടല്ല. അതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രിക്കും കേരള മോട്ടോർ ഫെഡറേഷൻ കോർഡിനേഷൻ കമ്മിറ്റി INTUC മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങളെ ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ ദ്രോഹത്തിലാക്കുന്ന ഈ നടപടി പിൻവലിക്കണമെന്നാണ് INTUCയുടെ നിലപാട്.